ഹലോ ഗൈസ്, സഫാനാണ്. ഇന്ന് നമ്മളൊരു മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, മീനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി ഉണ്ട്, സവാള. ആദ്യം നമ്മൾ ഉലുവ ഉണ്ടായിരുന്നില്ല, അപ്പം ഉള്ളിലേക്ക് പഴമല്ല കറിവേപ്പിലിട്ടു. പിന്നെ എന്തായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടു. നമ്മൾ സവോള ഒനിയൻ ഇട്ടു. ഈ സവോള ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഈ ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിടണം. ഓക്കെ, അങ്ങനെയൊക്കെയാണ് മീൻകറി. ശരിക്കും എനിക്കിഷ്ടം കോട്ടയം സ്റ്റൈൽ, നല്ല കുടമ്പുളിയൊക്കെ ഇട്ട്. കുടമ്പുളി നമ്മളിവിടെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്, സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇവിടെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കുടമ്പുളി ഇട്ട് വെക്കുന്ന മീൻകറി ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് തീ കുറച്ച് കൂട്ടിയിടാം, എന്നാൽ പെട്ടെന്നാവല്ലോ. കൊക്കര കൊക്കര കോഴിക്കുഞ്ഞേ എന്നാ കാണിക്കും. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ കുറവാണ്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകാം. അപ്പോൾ നമ്മൾ ഇനി തക്കാളി ഇടാൻ പോകണം ഗൈസ്. നേരെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തക്കാളി ഇട്ടു ഗൈസ്. ഇനി തക്കാളി ഒന്ന് വാടിക്കോട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ തക്കാളിയും വാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മസാല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിടാം. അതായത് മേതൊന്ന് പിടിക്കാൻ ഹോൾഡ് ചെയ്യുമോ? ഇങ്ങനെ പിടിച്ചാൽ മതി, ഇങ്ങനെ പിടിച്ചാൽ മതി. എന്നെ കിട്ടുന്നതിനെ കുറച്ച് മേക്കോട്ടുണ്ടോ നോക്കി. ഞാൻ തോന്നണം ഒട്ടിയില്ലാന്ന് വിചാരിക്കുന്നു. മുളക് പൊടി എത്ര സ്പൂൺ വേണ്ടിയല്ലേ? 1 സ്പൂൺ. മഞ്ഞപ്പൊടി അല്ലേ? 5 വേറെ വേണ്ടല്ലോ. നമുക്കിനി ഈ വിട്ട മസാലയുടെ പച്ചവളം മാറട്ടെ, എന്നിട്ട് വെള്ളം ഒഴിച്ച് മീൻ തുറക്കാനിടാം. ഓക്കെ, ഒന്നെടുക്കട്ടെ. ഇതിൽ വെച്ചാൽ പോലെ, ഇതിൽ വെള്ളം എടുത്തിട്ട് കൊണ്ട് വെച്ചാൽ പോലെ. ഗൈസ്, നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവാണ് ഗായ്സ്. ചെറുതായിട്ട് അടി പിടിച്ചിട്ടുണ്ട് ഗൈസ്. തീ കുറയ്ക്ക്, തീ ഇടം കൊടുത്ത്. കല്ലുണ്ടോ? ഇല്ല.
കൈ അടിയുന്നു. ഉമ്മച്ചിക്ക് കൈ കളയുന്നത് പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ എടുക്കാൻ പോവാണ്. ഇത് മൂടിയൊക്കെ എന്തായാലും ഉണ്ടേ. അപ്പം നമുക്ക് മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തിളച്ച് വെള്ളമൊഴിച്ച് തിളച്ച് ശേഷമായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെന്താ ഞങ്ങൾക്ക് അറിയാം ഗൈസ്, ഇതിൻ്റെ മുട്ടയാണൊക്കെ പറയപ്പെടുന്നു, അറിയില്ല. ഇത് നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്കിതൊന്ന് എല്ലാ മീനും താഴ്ത്തി ചാറിലാക്കി കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ ചില ഭാഗം ടേസ്റ്റ് ഉണ്ടാവില്ല. ചില മീനിന് പുളിയും ഉപ്പൊന്നും കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ ഇത് ഇവിടെ കിടന്ന് തിളച്ചോട്ടെ. എനിക്ക് വേറെ സ്ഥലത്തേക്ക് പോകാൻ നേരമായി. അപ്പോൾ നമ്മൾ പറ്റുകയാണെങ്കിൽ ഇത് കഴിച്ചിട്ട് അതിൻ്റെ എങ്ങനെയുണ്ടെന്നുള്ള റിവ്യൂ കൂടെ ഇടാം, ഇല്ലെങ്കിൽ ഇതുകൊണ്ട് അവസാനിക്കാം. ഓക്കെ ഗൈസ്.